എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ വളരെ ഗൗരവത്തോടെയുള്ള ഒരു നിലപാട് തന്നെയാണ് എടുക്കുന്നത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർന്നു വരികയാണ്. എക്സൈസ് 8 ദിവസത്തിനിടെ 1,90,00,000 രൂപയുടെ ലഹരി മരുന്നുകളാണ് ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി പിടികൂടിയിട്ടുള്ളത്. പോലീസ്, വനംവകുപ്പ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയൊക്കെ സഹകരിച്ച് നടത്തിയ റെയ്ഡിലാണ് ലഹരി മരുന്നുകൾ പിടികൂടിയത്. മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡ് എക്സൈസ് നടത്തിയെന്നാണ് അറിയുന്നത്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, രാവിലെ വരുന്ന വിവരമനുസരിച്ച് 1 കിലോ കഞ്ചാവുമായിട്ട് എറണാകുളം ചേരാനല്ലൂരിൽ യുവാവ് പിടിയിലായിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്നും 120 ഗ്രാം MDMA പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ലഹരി വല എന്ന് പറയുന്നത് എത്രത്തോളം ആഴത്തിലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ 8 ദിവസത്തിനിടെ പിടിച്ചെടുത്ത ലഹരി മരുന്നുകളുടെ കണക്ക് കൂടി സൂചിപ്പിക്കുന്നത്, അല്ലേ? തീർച്ചയായും ശ്രീജ, പോലീസും എക്സൈസും ഒക്കെ കുറച്ചുകൂടി നേരത്തെ ഇത്തരത്തിലുള്ളൊരു കാടടച്ച പരിശോധന അല്ലെങ്കിൽ കർശനമായിട്ടുള്ളൊരു പരിശോധന നടത്തേണ്ടതായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ച് നേരത്തെയെങ്കിലും നമ്മുടെ കുട്ടികളെ ഈ ലഹരിയിൽ നിന്നുമൊക്കെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. കാരണം ഈ ആക്രമണങ്ങളും ഈ ഓരോ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ ഇതിന് പിന്നിൽ ലഹരിയാണെന്ന്, പ്രതികൾ ലഹരിക്ക് അടിമയാണെന്നൊക്കെ വാർത്ത വരുമ്പോൾ, അല്ലെങ്കിൽ ഇതിനെല്ലാവരും നമ്മൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണമെന്നതിൻ്റെ ഒരു അത്ര ഗൗരവം മനസ്സിലാക്കി ആയപ്പോൾ മാത്രമാണ് ഇത്രയും കർശനമായ പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത്. ഇത് ഒരാഴ്ച മാർച്ച് 5 മുതൽ 12 വരെ 3568 റെയ്ഡുകളാണ് എക്സൈസ് നടത്തിയത്. ഇതിൽ നിന്നാണ് 1.9 കോടിയുടെ ലഹരി മരുന്ന് പിടികൂടുകയും ചെയ്തത്. എന്തായാലും കേരളത്തിലേക്ക് ലഹരിയുടെ ഒഴുക്ക് അത് തടഞ്ഞിട്ടില്ല. ഇപ്പോഴും ലഹരിയുടെ ഒഴുക്ക് അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നും, നമ്മുടെ കുട്ടികളെയും നമ്മുടെ യുവാക്കളെയും ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ഈ ലഹരിയുടെ പിടിയിൽ നിന്നും മുക്തരാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസൊക്കെ കർശനമായിട്ടുള്ള പരിശോധനയിലൂടെയാണ് കടന്നു പോകുന്നത്. കൊച്ചിയിലടക്കം പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടെയാണ് ഇപ്പോൾ പരിശോധനകൾ നടത്തുന്നത്. കൊച്ചിയുടെ തന്നെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അത് പനമ്പള്ളി നഗറിൽ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലൊക്കെ വൈകുന്നേരം കഴിയുമ്പോൾ, അതായത് ഒരു രാത്രിയൊക്കെ ഒരു 7 മണിക്കും പുലർച്ചെയൊക്കെ കുട്ടികൾ ഇത്തരത്തിൽ പരസ്യമായിരുന്ന് ലഹരി ഉപയോഗിക്കുന്നതും കൈമാറ്റം ചെയ്യുന്നതുമൊക്കെ പലതവണ ആളുകൾ കാണുകയും കടഉടമകൾ പോലീസിന് പരാതിയൊക്കെ നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അപ്പോഴൊന്നും പോലീസ് വളരെ ഗൗരവത്തോടുകൂടി, അല്ലെങ്കിൽ ഇത്ര ഗൗരവത്തോടുകൂടി ഇക്കാര്യത്തെ നോക്കിക്കണ്ടില്ല. പക്ഷെ ഇപ്പോൾ സ്ഥിതി മാറി. പോലീസിന്റെ ഒരു നിരീക്ഷണം അത് കൊച്ചി നഗരത്തിൽ എപ്പോഴും നടക്കുന്നുണ്ട്. രാത്രികാല പെട്രോളിംഗ് ഒക്കെ സജീവമായിട്ടുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഓരോ ദിവസവും ഓരോ നിമിഷവും ഇത്തരത്തിൽ ലഹരിയുടെ കേസുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, ലഹരി അവിടെ പിടികൂടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക്, സ്കൂളിലെത്തുന്ന വിദ്യാർത്ഥികളുടെ ബാഗിലൊക്കെയാണ് ഇവർ ലഹരി കടത്തുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു പരിശോധനയിലേക്ക് കൂടി പോലീസ് കടന്നിരിക്കുന്നുണ്ട്. ഒപ്പം കുട്ടികളെയും മാതാപിതാക്കളെയും അവർക്കൊരു അവബോധം നൽകുക, സ്കൂൾ കേന്ദ്രീകരിച്ച്, സ്കൂളിലെ ടീച്ചർമാരെ കേന്ദ്രീകരിച്ച് അവരൊക്കെ കുട്ടികളുടെ ഓരോ നിരീക്ഷണവും ഓരോ പ്രവൃത്തിയും അത്രയും സൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച് അങ്ങനെ സംശയമായിട്ട് എന്തെങ്കിലും കണ്ടെത്തിയാൽ പോലീസിനെ അറിയിക്കുക എന്ന നടപടികളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞു. അങ്ങനെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്നൊക്കെ മുക്തരാക്കാൻ കഴിയും. അതോടൊപ്പം ഈ കുട്ടികൾ അല്ലെങ്കിൽ യുവാക്കളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് എവിടെ നിന്നാണ് എത്തുന്നത്, കൊറിയർ വഴി ലഹരികൾ എത്തുന്നുണ്ട്, കടൽമാർഗം എത്തുന്നുണ്ട്, ഇതെല്ലാം തടയണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ പൂർണ്ണമായും ഈ ലഹരിയുടെ പിടിയിൽ നിന്നും നമ്മുടെ കേരളത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും പോലീസും എക്സൈസും സർക്കാരും എല്ലാം ജാഗ്രതയോടുകൂടി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശ്രീജ, ശരി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ലഹരി വ്യാപനത്തിന്റെ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇത് ഈ കണ്ണികൾ അറുത്ത് നമ്മുടെ സമൂഹത്തെ സംരക്ഷിക്കാനുള്ള വലിയ ദൗത്യത്തിൽ നമുക്ക് ഓരോരുത്തർക്കും അണിചേരാം.